എന്നാടി ഈ വാമൊഴിക്കഥകളെന്ന് പറഞ്ഞിപ്പം പത പറയുന്നുണ്ടല്ലോ, അതെന്നതാണ് മുട്ടൂസാ? ആ, അത് മുട്ടൂസി എടി. മരമൊഴിക്കഥകൾ എഴുതിയ കഥകളാണ് ഈ വാമൊഴിക്കഥകളെ. പണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചില്ലേ ഉള്ളൂ, എഴുതിയൊന്നും ആരും വെച്ചിട്ടൊന്നുമില്ല, കഥാകൃത്തൊന്നുമില്ല. പറയുന്ന കഥകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ്. അതാണോ ഏതാ കഥ? ഒരു പ്രഭാകരസിദ്ധ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇവിടെ ഞാനും കേട്ടിട്ടുണ്ട്. പ്രഭാകരസിദ്ധനോ അതെന്താണെന്നറിയോ? പണ്ട് പാമ്പൊക്കെ അടിച്ചു വരുമ്പം പാരമ്പര്യ ചികിത്സയൊക്കെ ഉള്ളൂ. രാത്രിയിൽ ആൾക്കാർ ഉറക്കളച്ചിരിക്കും. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കേട്ടിട്ടുള്ള കഥകളൊക്കെ അങ്ങോട്ട് ഓരോരുത്തർ പറയും. അതാണ് വാമൊഴി കഥകളായിട്ട് പറയുന്നത്. ഈ പ്രഭാകരസിദ്ധനപ്പൂപ്പൻ ആരായിരുന്നു? അത് പണ്ട് ഒരു സിദ്ധനപ്പൂപ്പൻ ഉണ്ടായിരുന്നു. സിദ്ധനപ്പൂപ്പന് തന്നെയാണോന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ അടുത്തടുത്ത് വന്നിരുന്ന് പറയാം. ഈ ബുക്കിൻ്റെ അകത്തൊന്നും ഉണ്ടോയെന്ന് നോക്കുക. അത് എഴുതിയിട്ടില്ല, എന്നാലും അത് എഴുതിയിട്ടില്ലെങ്കിൽ ഞാനിത് നോക്കി പറയാവേ. ഈ പുസ്തകത്തിൻ്റെ അകത്തൊന്നും അല്ല. എന്നാലും അത് ആ അപ്പൂപ്പന് ഒരു സിദ്ധയോഗിയായിരുന്നു. 10,000 വർഷം മുമ്പ് ജനിച്ച ഒരാളാണേ. മലബാറിലെങ്ങാണ്ടാ ജനിച്ചെന്നാണ് പറയുന്നത്. ഇപ്പോഴും അപ്പൂപ്പൻ്റെ ശിഷ്യന്മാർ ആശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൂപ്പനാണോ ഈ പ്രഭാകരസിദ്ധനപ്പൂപ്പനെന്ന് അറിയത്തില്ലേ. എന്നാലും പ്രഭാകരസിദ്ധനപ്പൂപ്പൻ ഈ ഇളങ്കുളവും ചെറുക്കടവിലും ഒക്കെ നടപ്പുണ്ടായിരുന്നു. ഞാനീ പെരക്കകത്ത് നോക്കട്ടെ, അവിടെ ഞാൻ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടോന്ന് നോക്കാം. അപ്പൂപ്പൻ്റെ ആൾക്കാരൊക്കെ ഞാനിവിടെ നോക്കിയിട്ട് പറയാം. നീ എവിടെ ഇരുന്നോ? ഈ പ്രഭാകരസിദ്ധനപ്പൂപ്പന് എന്നിട്ട് ഓരോ സിദ്ധികൾ കാണിക്കും, ആൾക്കാരെ സഹായിക്കുകയായിരുന്നു അപ്പൂപ്പൻ്റെ പണി. പൈസ ഇല്ലാത്തവർക്ക് എവിടുന്നേലും പൈസ ഉണ്ടാക്കി കൊടുക്കും. മാജിക്കൊക്കെ അറിയായിരുന്നു അപ്പൂപ്പന്. അപ്പൂപ്പൻ ഒരാളെ സഹായിച്ച കഥ പറയാൻ ഞാൻ. അന്ന് വണ്ടിയൊന്നും ഉള്ള കാലമല്ല, നടന്ന ആൾക്കാരൊക്കെ പോകുന്നത്. പണ്ട് വല്ലപ്പോഴും വല്ല ടൗണിലുമൊക്കെ വണ്ടി ഉള്ളൂ. അന്നേരം ഒരാൾ ഖാദർ കാക്കാന്ന് പറഞ്ഞ ആളിന്, പുള്ളി തടിക്കച്ചവടക്കാരനാണ്. തടി വിൽക്കാനൊക്കെ അങ്ങ് എറണാകുളത്തൊക്കെ പോകും. അപ്പൂപ്പന് അന്നേരം ഒരു ദിവസം ആ വീട്ടിൽ കൂടെ പോയി കഴിഞ്ഞപ്പം കൂപ്പിലും തടി വയ്ക്കാനൊക്കെ പോയിരിക്കുകയായിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു. അപ്പൂപ്പൻ കയറി ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് പേര് കൂടി നിൽപ്പുണ്ട്. എന്നാന്ന് അപ്പൂപ്പൻ ചോദിച്ചു. നേരം പറഞ്ഞു, ഒരു കൊച്ചു മരിച്ചു പോയി. അതിന് അപ്പോൾ വയറ്റിളക്കവും ഛർദിയെല്ലാം വന്നിട്ട് മരിച്ചു പോയി. അതിൻ്റെ അച്ഛനെ അറിയിക്കാൻ നിവൃത്തിയില്ല. ഖാദർ കാക്ക ആയിരുന്നു അതിൻ്റെ അച്ഛൻ. തടിക്കച്ചവടത്തിന് പോയതല്ലേ, എവിടെയാണെന്ന് പറയത്തില്ല. അത് ഫോണും ഇല്ലല്ലോ. അപ്പൂപ്പൻ എന്നിട്ട് ആ കഥ എന്നിട്ട് ഉടനെ പറഞ്ഞ്, അങ്ങനെ അറിയിക്കുന്നത് കൊണ്ട് മയ്യത്ത് അടക്കാനും പറ്റുകയില്ല. ഉടനെ പറഞ്ഞ അത് ആരും പോകാനും ഇല്ല, വണ്ടിയില്ല, കാറും ഇല്ല, എങ്ങനെയാവും? അത് ഞാൻ അറിയിച്ചോളാം, നിങ്ങൾ വരുന്നിടം വരെ ഒന്ന് കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് വണ്ടി പിടിച്ച് വന്ന് അറിയിച്ചാൽ മതിയോ, വണ്ടി പിടിച്ച് വന്നോളൂ. അവിടെ നിന്നെങ്കിലും അന്ന് ഒരു ടൗണിലാണ്, അവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അവിടുന്ന് പോയി. അവിടുന്ന് പോയിട്ട് അപ്പം പെട്ടെന്ന് അവിടെ നിന്ന് അപ്പൂപ്പന് ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. അപ്പൂപ്പന് സിദ്ധനല്ലേ, സിദ്ധയോഗിയായിരുന്നു. അവിടെ ചെന്നിട്ട് അപ്പൂപ്പന് അയാളോട് പറഞ്ഞു, ആ കാക്കായോട് പറഞ്ഞു, ഖാദർ കാക്ക, ഞാൻ പ്രഭാകരസിദ്ധനെ അറിയാമല്ലോ, എന്താ സിദ്ധൻ ഇവിടെയൊക്കെ തട്ടിപ്പിനിറങ്ങിയെന്ന്. അപ്പം ആ കാക്ക ചോദിച്ചപ്പം പറഞ്ഞു, പ്രഭാകരസിദ്ധനപ്പം പറഞ്ഞു, എന്നാ പറഞ്ഞെന്നറിയാമോ? നീ വേഗം വീട്ടിൽ ചെല്ല്, നിൻ്റെ വീട്ടിലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്നതാ? ഞാൻ പറഞ്ഞു, നിനക്ക് മനപ്രയാസമൊന്നും തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. കൊച്ചിന് വയറ്റിളക്കം വന്നത്, മരിച്ചു പോയി. അതിനെ മയ്യത്തിറക്കാൻ അവിടെ നിന്നെ വിവരം അറിയിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ട് ഞാനത് കേട്ടുകൊണ്ട് പോകുന്നതാണ്. നീ ഒരു വണ്ടി എടുത്ത് ഉടനെ പൊക്കോളാൻ പറഞ്ഞു. താമസിച്ചേക്കല്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഉടനെ പോകുകയെന്നും പറഞ്ഞാൽ ഈ അപ്പൂപ്പനെ വിശ്വാസം ഉണ്ടായിരുന്നു ഖാദർ കാക്കായ്ക്ക്. ഉടനെ അവിടുന്ന് ഒരു വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് അന്നേരം ചോദിച്ചു, അപ്പൂപ്പൻ കയറുന്നെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, എനിക്ക് വഴി ശകലം കാര്യങ്ങളോടൊക്കെ ഉണ്ട്, ഞാനവിടെ എത്തിക്കോളാം, നീ അല്ല നിനക്കല്ലേ അത്യാവശ്യമായിട്ട് ചെല്ലെന്ന് പറഞ്ഞു. ഈ ഖാദർ കാക്ക വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ അപ്പൂപ്പനുണ്ട് ആ മരിച്ച വീട്ടിൻ്റെ മുന്നിൽ വേലിയിൽ ഇങ്ങനെ കൈപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ എന്നാ താമസിച്ചതെന്ന് ചോദിച്ച് നിൽക്കുക. അന്നേരം ഉടനെ അപ്പൂപ്പന് ഖാദർ കാക്കയ്ക്ക് മനസ്സിലായി ഈ അപ്പൂപ്പന് ദിവ്യശക്തി കൊണ്ട് വന്നതാണെന്ന്. എന്നിട്ട് അങ്ങനെയൊക്കെ അപ്പൂപ്പൻ സഹായം ചെയ്യുമായിരുന്നേ. ഇപ്പം സമയം പോകുന്നു, ഞാൻ ഈ ചോറ് തിന്നട്ടെ.